അപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ChatGPT വെച്ച് തന്നെയാണ്. ആൻഡ് ഞാൻ കൊടുത്ത പിക്ക് ഇതാണ്. അതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്, ഇതിന്റെ സ്വന്തം പിക്കാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്ത സാധനമല്ല. സോ അത് പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് ChatGPT വെച്ച് ഇപ്പോൾ ഇതുപോലത്തെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഒരു സംഭവം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ടൈറ്റിൽ ഉണ്ടല്ലേ ബാക്കിൽ, അതൊക്കെ സെപ്പറേറ്റ് പ്രോംപ്റ്റ് കൊടുത്തുണ്ടാക്കിയാണ്. ഫസ്റ്റ് നിങ്ങളൊരു പിക്ക് കൊടുക്കുക, അനിമി സ്റ്റൈലിൽ കൺവേർട്ട് ചെയ്യാൻ പറയുക, എന്നിട്ട് അതിനൊരു ടൈറ്റിൽ സ്വന്തമായിട്ട് കൊടുക്കുക, എന്നിട്ട് അത് എങ്ങനെ വരണം എന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തോണ്ടാണ് അത് ബാക്കിൽ സെയിം ടെക്സ്ചറിൽ പ്രിന്റ് ആയിട്ട് വന്നത്. എൻ്റെ അതുപോലെ തന്നെ മ്യൂസിക്കിൽ കേട്ട വോയിസ് എൻ്റെയാണ്. ഓ മൈ വാ, അത് എൻ്റെയാണ്. അതും കൈന്നിട്ടാണ്, അത് വെച്ചുണ്ടാക്കിയതല്ല. സോ ക്രിയേറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ആൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് അവർ പറയും കുറച്ച് കഷ്ടപ്പാടാണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യണം, അപ്പോഴേ ഇത് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് പടം കൊടുത്തിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂല. ആൻഡ് അതുപോലെ തന്നെ ഇതെൻ്റെ ഒറിജിനൽ ഫോട്ടോയാണ്, അല്ല. അപ്പോൾ വർക്ക് അവർ കമൻറ്റ് ചെയ്യുക, വർക്കാവാത്തവരും വർക്കാവുമ്പോൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.